ഉന്നത പഠനത്തിനായി തയ്യാറെടുക്കുന്ന പതിനായിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികൾക്കും അവരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന മാതാപിതാക്കൾക്കും നിലവിൽ കാനഡയിലെ സർവകലാശാലകളിൽ പഠനം തുടരുന്ന സ്റ്റുഡന്റ് വിസ ഉടമകൾക്കും അതീവ നിർണായകമായ ഒരു പുതിയ മുന്നറിയിപ്പുമായി ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അഥവാ IRCC രംഗത്തെത്തിയിരിക്കുകയാണ്. കാനഡ സ്റ്റുഡന്റ് വിസകൾക്കായി സമർപ്പിക്കുന്ന സാമ്പത്തിക തെളിവുകൾ അഥവാ ഫണ്ട് തെളിവുകൾ പരിശോധിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇമിഗ്രേഷൻ മന്ത്രാലയം ഔദ്യോഗികമായി പുതുക്കുകയും കടുപ്പമാക്കുകയും ചെയ്തിരിക്കുകയാണ്. കേവലം ബാങ്ക് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക കാണിച്ചുകൊണ്ട് മാത്രം ഇനി മുതൽ കാനഡ സ്റ്റുഡന്റ് വിസ ലഭിക്കില്ലെന്നും അക്കൗണ്ടിൽ കാണിക്കുന്ന തുകയുടെ കൃത്യമായ ബാങ്ക് ചരിത്രവും സ്രോതസ്സും ഉദ്യോഗസ്ഥർ നിർബന്ധമായും വെരിഫൈ ചെയ്യുന്നുണ്ടെന്നുമാണ് പുതിയ നയരേഖ വ്യക്തമാക്കുന്നത്. ഈ പുതിയ ഫിനാൻഷ്യൽ വെരിഫിക്കേഷൻ നയങ്ങൾ മലയാളി വിദ്യാർത്ഥികളുടെ വിസ അപേക്ഷകളെയും സ്റ്റുഡന്റ് വിസ എക്സ്റ്റൻഷനുകളെയും ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. കാനഡ സ്റ്റുഡന്റ് വിസ നിരസിക്കപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് വിശ്വസനീയമല്ലാത്ത സാമ്പത്തിക തെളിവുകൾ ഹാജരാക്കുന്നത്. വിസ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം മറ്റുള്ളവരുടെ പണം കടം വാങ്ങിയോ താൽക്കാലിക ലോണുകൾ വഴിയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ച് ഫണ്ട് കാണിക്കുന്ന പ്രവണത തടയാനാണ് IRCC പുതിയ കർശന പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ ഓഫീസർമാർക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിസ അപേക്ഷയിലെ വരുമാന സ്രോതസ് തികച്ചും സുതാര്യവും കൃത്യവുമായ രേഖകളാൽ സാക്ഷ്യപ്പെടുത്തിയതും ആയിരിക്കണം. ആദ്യമായി ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെ പരിശോധനാ കാലയളവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. മുൻപ് അപേക്ഷ നൽകുന്നതിന് തൊട്ടു മുൻപുള്ള 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളാണ് IRCC പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം കുറഞ്ഞത് കഴിഞ്ഞ 6 മാസത്തെ തടസ്സമില്ലാത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെ ഹിസ്റ്ററി അപേക്ഷകൻ നിർബന്ധമായും സമർപ്പിക്കേണ്ടതുണ്ട്. അക്കൗണ്ടിലേക്ക് അപ്രതീക്ഷിതമായി വലിയ തുകകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തുക എവിടെ നിന്ന് ലഭിച്ചു എന്നതിന്റെ കൃത്യമായ സ്രോതസ് അഥവാ സോഴ്സ് ഓഫ് ഫണ്ട് തെളിയിക്കുന്ന ലീഗൽ ഡോക്യുമെന്റുകൾ ഹാജരാക്കേണ്ടി വരും. വസ്തുവിൽപ്പന, കൃഷി വരുമാനം, ബിസിനസ് ലാഭം അല്ലെങ്കിൽ സർവീസ് പ്രൊഫൈലുകളുടെ സാലറി, സമ്പാദ്യം എന്നിവയാണ് ഇതിനായി കാണിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ടുകളിൽ പെട്ടെന്നുണ്ടാകുന്ന സംശയാസ്പദമായ ഡെപ്പോസിറ്റുകൾക്ക് വ്യക്തമായ വിശദീകരണമില്ലെങ്കിൽ വിസ അപേക്ഷ നേരിട്ട് നിരസിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. രണ്ടാമതായി, സ്വീകാര്യമായ സാമ്പത്തിക തെളിവുകളുടെ പട്ടികയിലും IRCC ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ അല്ലെങ്കിൽ സ്പോൺസർമാരുടെ പെൻഷൻ വരുമാനം, നിയമപരമായ വാടക വരുമാനം എന്നിവ സുതാര്യമായ സാമ്പത്തിക തെളിവുകളായി ഇനി മുതൽ കണക്കാക്കും. എന്നാൽ വ്യക്തമായ സാമ്പത്തിക അടിത്തറയില്ലാത്ത വിദേശ ബാങ്ക് ഡ്രാഫ്റ്റുകൾ, താൽക്കാലിക സ്വകാര്യ കടങ്ങൾ അല്ലെങ്കിൽ ആധികാരികത ഉറപ്പുവരുത്താൻ സാധിക്കാത്ത പ്രാദേശിക ഫിനാൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്വീകാര്യമായ രേഖകളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കാനഡയിൽ സമർപ്പിക്കുന്ന ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് അഥവാ GIC സർട്ടിഫിക്കറ്റ് അംഗീകൃത കനേഡിയൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നേരിട്ട് സിസ്റ്റം വഴി വെരിഫൈ ചെയ്യാനുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമപരിഷ്കാരം പുതിയ സ്റ്റുഡന്റ് വിസ അപേക്ഷകരെ മാത്രമല്ല, നിലവിൽ കാനഡയിൽ പഠനം തുടരുന്ന മലയാളി വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് വിസ എക്സ്റ്റൻഷൻ അപേക്ഷകളെയും ബാധിക്കും. വിസ കാലാവധി നീട്ടിയെടുക്കാൻ അപേക്ഷിക്കുമ്പോൾ അടുത്ത ഒരു അക്കാദമിക് വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീസും അനുബന്ധ ജീവിത ചെലവുകൾക്കുള്ള തുകയും സ്വന്തം അക്കൗണ്ടിലോ അല്ലെങ്കിൽ കാനഡയിലെ ബാങ്ക് അക്കൗണ്ടുകളിലോ ലഭ്യമാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. പല വിദ്യാർത്ഥികളും പഠന കാലയളവിൽ കാനഡയിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എക്സ്റ്റൻഷൻ അപേക്ഷ നൽകാറുണ്ട്. എന്നാൽ വിസ എക്സ്റ്റൻഷൻ അപേക്ഷ പരിശോധിക്കുമ്പോഴും പുതിയ ഫിനാൻഷ്യൽ ബെഞ്ച് മാർക്കുകൾ ബാധകമാകുന്നതിനാൽ ആവശ്യത്തിന് ലിക്വിഡ് ഫണ്ട് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഒരു വിദ്യാർത്ഥി കാനഡ സ്റ്റുഡന്റ് വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ IRCC നിഷ്കർഷിക്കുന്ന തുകയിൽ ഒരു വർഷത്തെ മുഴുവൻ ട്യൂഷൻ ഫീസും ജീവനക്കാരന്റെ ഒരു വർഷത്തെ വ്യക്തിഗത ജീവിത ചെലവിനുമായി നിശ്ചയിച്ചിട്ടുള്ള 20,635 കനേഡിയൻ ഡോളറും അതിനു പുറമെ യാത്രാ ചെലവുകളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളോടൊപ്പം ഡിപ്പെൻഡന്റ് കുടുംബാംഗങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ ഓരോ അധിക വ്യക്തിക്കും ആവശ്യമായ ഫണ്ട് ത്രഷോൾഡ് വർദ്ധിക്കുന്നതായിരിക്കും. ഈ മുഴുവൻ തുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ 6 മാസമായി സുരക്ഷിതമായി തുടരുന്നുണ്ടെന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിലൂടെ നിങ്ങൾ തെളിയിക്കേണ്ടി വരും. കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മലയാളി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വീകരിക്കേണ്ട പ്രായോഗിക മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, വിസ അപേക്ഷ സമർപ്പിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അക്കൗണ്ടിലെ സാമ്പത്തിക സ്രോതസ്സുകൾ ക്രമീകരിക്കുക. ഏജന്റുമാർ വാഗ്ദാനം ചെയ്യുന്ന ഷോ ഫണ്ടുകൾ അഥവാ താൽക്കാലിക ബാങ്ക് ബാലൻസ് കാണിക്കൽ വഴി വിസ നേടാൻ ശ്രമിക്കുന്നത് IRCCയുടെ 5 വർഷത്തെ ഇമിഗ്രേഷൻ ബാനിലേക്ക് വഴിതെളിക്കും. രണ്ടാമതായി, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾക്കൊപ്പം നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നുള്ള
ഒഫീഷ്യൽ ലെറ്ററുകളും ഇൻകം ടാക്സ് റിട്ടേണുകൾ, പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻകം വാലുവേഷൻ റിപ്പോർട്ടുകൾ എന്നിവ വ്യക്തമായി ഉൾപ്പെടുത്തുക. കാനഡയുടെ കുടിയേറ്റ സാമ്പത്തിക നയങ്ങൾ അതീവ കർശനമായി മാറുമ്പോൾ അനാവശ്യമായ ധൃതി കാണിക്കാതെ റിയൽ ഫണ്ടുകളും കൃത്യമായ രേഖകളും വെച്ചുകൊണ്ട് മാത്രം അപേക്ഷ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ഓർക്കുക, അനാവശ്യമായ ഫണ്ട് കൈമാറ്റങ്ങൾ വിസ ഓഫീസറുടെ സംശയത്തിന് കാരണമാവുകയും സ്റ്റുഡന്റ് വിസ നിരസിക്കപ്പെടുകയും ചെയ്യും. പ്രവാസി മലയാളികളുടെ ഇമിഗ്രേഷൻ വാർത്തകൾക്കും വിസ നയങ്ങളും സാമ്പത്തിക അറിയിപ്പുകളും തത്സമയം കൃത്യതയോടെ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.